മുഹമ്മദ് ഫർമാൻ വിവാഹം കഴിച്ച പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടി എവിടെയാണ്? കേരള പോലീസ് സംരക്ഷണം നൽകിയിരുന്ന 16-കാരിയെ കാണാനില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും സർക്കാരിന്റെ വിചിത്രവാദം. വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, LDF സർക്കാരിന്റെ കാലത്താണ് വളരെ അഭിമാനകരമായി ഇവരെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുകയും അവർക്ക് വലിയ സുരക്ഷ, ഇത് കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സുരക്ഷ പോലീസ് നൽകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ സർക്കാർ മാറി, ഇപ്പോൾ UDF സർക്കാർ ചോദിക്കുകയാണ് ആ പെൺകുട്ടി എവിടെയെന്ന്. എന്താണ് സംഭവിക്കുന്നത്? നീലിമ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രബലരായിട്ടുള്ള നേതാക്കളാണ് മുഹമ്മദ് ഫർമാന് ഈ വൈറൽ പെൺകുട്ടിയെ കൈപിടിച്ചു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളതാണ് വി ഡി സതീശൻ സർക്കാരിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പെൺകുട്ടി നൽകിയിട്ടുള്ള മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. നേരത്തെ ഈ ജൂൺ 19-ാം തീയതി പെൺകുട്ടിയുടെ ആവശ്യത്തിനുമേൽ, പെൺകുട്ടി നൽകിയ ഹർജിയിന്മേൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് അനുവദിച്ചിരുന്നു. അതായത് പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പോലീസ് സംരക്ഷണവും നൽകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടക്കാല ഉത്തരവ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ പോലീസ് സംരക്ഷണം ഉത്തരവ് ഹൈക്കോടതി ഇറക്കിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു. നൽകിയിരുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. പിന്നീട് നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടിയെ ബന്ധപ്പെടാനോ പോകാനോ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പതിവ് രീതിയാണ് ഈ പെൺകുട്ടിയെ തുടരുന്നത്. സാധാരണ രീതിയിൽ ഈ ഒരു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകും. പിന്നീട് ബന്ധപ്പെടുന്ന സമയത്ത് അവരെ കാണാനോ അവരെ കണ്ടെത്തുവാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് പെൺകുട്ടിക്ക് ജൂൺ 19-ാം തീയതി നൽകി വന്നിരുന്ന അന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ്, പോലീസ് സംരക്ഷണം എന്നുള്ള നിർദ്ദേശം, അത് നിലവിൽ നീക്കിയിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട് ഹൈക്കോടതി. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പെൺകുട്ടി നേരിട്ട് വന്ന് സമീപിച്ചു കഴിഞ്ഞാൽ, ഈ തനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സംരക്ഷണം പോലീസ് നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ പെൺകുട്ടി എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം സംസ്ഥാന സർക്കാരിന് നൽകാൻ സാധിച്ചിട്ടില്ല. കാരണം ജൂൺ 19-ന് പോലീസിന്റെ സംരക്ഷണം അത് ഹൈക്കോടതി അനുവദിച്ചതാണ്. എന്നിട്ടും ഇത്ര നാളായിട്ടും, ഒരു മാസത്തോളം എടുക്കാൻ പോകുന്നു. അതിനിടയിൽ എന്തുകൊണ്ട് പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് സംസ്ഥാന പോലീസിന് സാധിച്ചില്ല? മാത്രവുമല്ല, CPM-ന്റെ നേതാക്കളൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരുന്നത്. അതുകൂടാതെ തന്നെ മുഹമ്മദ് ഫർമാന് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് വേണ്ടി ഇവിടുത്തെ ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യത്തിന്റെ കാലാവധി നീട്ടണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ വന്നിരുന്നു. ആ ഉപഹർജിയിൽ ഹാജരായത് കഴിഞ്ഞ ഇടത് സർക്കാർ കാലത്തെ AG ഗോപാലകൃഷ്ണക്കുറുപ്പ് ആണ് ഹാജരായത്. അത് അദ്ദേഹം കഴിഞ്ഞ ഇടത് സർക്കാർ, അതായത് പിണറായി ഭരണകാലത്ത് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. ആ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പായിരുന്നു മുഹമ്മദ് ഫർമാന് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ ഹാജരായത്. അത്തരത്തിൽ CPM-ന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഈ മുഹമ്മദ് ഫർമാൻ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് പെൺകുട്ടിയെ കാണാനില്ല, പെൺകുട്ടിയെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കൈപിടിച്ച് കൊടുത്തവർക്കൊക്കെ തന്നെ പെൺകുട്ടി എവിടെയാണെന്ന് ഒരുപക്ഷെ അറിയാമായിരിക്കും. പക്ഷെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ഈ പെൺകുട്ടിയുടെ യാതൊരു വിവരങ്ങളും തങ്ങളുടെ പക്കൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് പരാജയപ്പെട്ടുവെന്ന് വേണം വിലയിരുത്താൻ. നീലിമ. ശരി രേഷ്മ.